വൈറ്റി സ്ട്രീം ചെയ്യുന്നു ബ്രോ. വൈറ്റി സ്ട്രീമും സിറ്റി അടിച്ചു പോകുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? ഞാനിപ്പോ കിക്കിലല്ലേ സ്ട്രീം ചെയ്യണേ. ഇനി ഞങ്ങൾ എന്തെങ്കിലും ആർപ്പ് ചെയ്ത് പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ ഇപ്പൊ തൽക്കാലം സിറ്റി സ്റ്റേബിൾ ആവുന്നവരെ എന്തെങ്കിലും പ്രൈവറ്റ് ആയിട്ട് സെർവറിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്താ പറയാ എന്നുവെച്ചാ ബാക്കിയുള്ളവര് ഇവർക്കറിയാം എന്തൊക്കെ ചെയ്താലും അവിടെ എത്താൻ പോണില്ലെന്നറിയാം. മനസ്സിലായി? ഈ ചെയ്യുന്നവർക്കറിയാം നമ്മളിപ്പോൾ നിൽക്കുന്നിടത്ത് ഒരിക്കലും എത്താൻ പറ്റൂല. അപ്പം പിന്നെ അടുത്ത ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ എന്തെങ്കിലും. അപ്പോൾ ചെയ്യുന്നവനോട് ഉപദ്രവിക്കുക. അതാണ് അതിൻ്റെ അപ്പുറത്തോട്ടുള്ള അടുത്തൊരു സംഭവം എന്ന് പറയണത്. മനസ്സിലായ? അത് ഇവന്മാർക്ക് വേറെ അതിൽ കൂടുതലൊന്നും ചെയ്യാൻ അറിഞ്ഞൂടാ. നല്ല ആർപ്പി ആയിരുന്നു, ഫ്ലോയിൽ വന്നതായിരുന്നു. ഇത് ആരും ഇത് അറിയുന്നവരും മനഃപൂർവ്വം തരുന്നേടാ, മനഃപൂർവ്വം തരുന്ന ഏതോ ജോക്കി ഇത്ര സാധാരണ സിറ്റി ഞാനൊന്നും ഇല്ലാത്ത ദിവസം സാധാരണ സിറ്റി ഒക്കെ ഒന്ന് പി എൽ വന്ന റീസ്റ്റാർട്ട് ആയ എല്ലാവരും എന്ത് സ്റ്റേബിൾ ആയിട്ടാണ് നിൽക്കുന്നത്. ഇത് അടിച്ചോണ്ടിരിക്കുക ബ്രോ. വെറുതെ എത്ര വട്ടം അറിയാം കത്തിപ്പോയി, എത്ര വട്ടം കണ്ടിന്യൂറ്റി പോയിക്കൊണ്ടിരിക്കുക. വേറെ വല്ല പണിയും പോയി ചെയ്തൂടാ ആണുങ്ങളെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡീഡോസ് അടിച്ചോണ്ടിരിക്കാതെ അമ്മമാർക്ക് അറിയാൻ ചോക്കി. ഇനി അവനല്ല അവന്റെ തന്തയെ കൊണ്ടുവന്നാൽ പോലും അമ്മമാർക്ക് ഇവിടെ നിന്ന് എത്താൻ ഒരിക്കലും പറ്റത്തില്ല. അപ്പൊ ഈ പറയണത് പോലെ ഉപദ്രവിക്കുക. അതാണ്, അതുകൊണ്ടാണ് ചെയ്യുന്നത്. ആണ്ടിൽ ഓണിക്കോ വല്ലതും ചെയ്യാന്ന് പറഞ്ഞ് നിക്കുമ്പോഴത്തേക്ക് യവന്മാരെ നായിന്റെ മക്കളെ മുടിഞ്ഞു പോണേ. കാരക്കാക്കുഴി 10 ഏക്കർ പുത്തൻ വീട്ടിൽ അനിലിന്റെ നായിയാണ് എന്റെ വീടിന്റെ മേളിൽ പുലിയെ പിടിച്ചത്. എന്റെ വീടിന്റെ മേളിൽ പുലി ഇറങ്ങിയത് കാരക്കുഴിയില്. ഞങ്ങൾക്ക് ഈ പുലി ഇറങ്ങിയെന്ന് പറഞ്ഞിടത്ത് ഞങ്ങൾക്ക് സ്ഥലമുണ്ട്, പപ്പയുടെ സ്ഥലമുണ്ട്. കാരക്കാക്കുഴി അടുത്തല്ലേ ഇതിന്റെ? ഓ പിന്നെ അല്ലാതെ ജോക്കി അവിടെ ഞങ്ങൾക്ക് 1 ഏക്കർ സ്ഥലമുണ്ട്. പപ്പാക്ക് മറ്റേ ഈ ഫാമിലിന്ന് കിട്ടൂലേ, അങ്ങനെ കിട്ടിയ സ്ഥലം അവിടെയാ ഞങ്ങളുടെ. ഈഗിൾ ബ്രോ ഇന്നലെ വരെ നാട്ടിലുണ്ടായിരുന്നല്ലേ? ഞാൻ ഇപ്പഴും നാട്ടില. ഓ ചാൻസ് ഉണ്ട് ഇപ്പോഴും. എടുക്കാൻ പോലും വെളിയിൽ ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥയാണ്. അഴിച്ചു വിടറാ നമ്മുടെ വീരനെ അങ്ങോട്ട്. പിന്നെ അവനെ കൊണ്ട് ഇനിയിപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ള ജോക്കി, പെയിന്റ് ഒക്കെ അടിച്ച് അവനെ പുലി പോലെ ആക്കിയ അങ്ങനെ വല്ല കണ്ടു പേടിച്ച് പോയാലേ ഉള്ളൂ. അല്ലാതെ അവൻ പോയി കടിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കില്ല. ഇനി അവനെ വൈറ്റ് കളർ മാറ്റി പെയിന്റ് ഒക്കെ അടിച്ച് പുലി പോലെ വരച്ചു വെക്കണം. പെൺപുലിയെ പോലൊക്കെ ആക്കിയ വീട്ടിൽ വരില്ലേ ഇത് കയറി വിരിച്ചു വരുത്തി കടി കൊടുക്കാന്നല്ല കളി കൊടുക്കാതെ ഇതും വിശ്വസിച്ച് നമ്മള് കേറാം. ഒന്നും കൂടെ അത് കേറുമ്പോ എങ്ങനാടാ? കേറി കഴിയുമ്പോ 2-3 മിനിറ്റ് ആയി. പ്രൈവറ്റ് ബ്രോ ഒറ്റ ദിവസം കൊണ്ട് പെട്ടെന്ന് അങ്ങനെ എന്തല്ലേ അതിപ്പോ പ്രൈവറ്റ് സെർവർ സെറ്റ് ചെയ്യണം. നിങ്ങൾ പറയുന്ന പോലെ പെട്ടെന്ന് പ്രൈവറ്റ് സെർവർ ഒന്നും ചെയ്യാൻ പറ്റുമെന്നില്ല ഗൈസ്. ഇത് ഹോസ്റ്റ് ഒക്കെ എടുക്കണം. അതെ, അത് മാത്രമല്ല ആർപിയിൽ വേറെ ക്യാരക്ടേഴ്സ് ഒക്കെ വരുമല്ലോ. അതെ, അത് മാത്രമല്ല നമുക്ക് ശവത്തിനതൊരു ബുദ്ധിമുട്ടാവും ചിലപ്പോ പ്രൈവറ്റിലോട്ടൊക്കെ വരുന്നത്. എടാ ഞാൻ സത്യം പറയട്ടെ, ഞാൻ കാര്യം ചോദിച്ചോട്ടെ ബാബു, ഈ ശവം ക്യാമിയോ ആരാണ് ലാസ്റ്റ് പറയണേ? ലാസ്റ്റ് അല്ല, നാളെ ഒരു സർപ്രൈസ് വീഡിയോ തന്നെ ഇറക്കിക്കളയാ അതിന് വേണ്ടി. ആണല്ലേ? നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് ആർപ്പ് ചെയ്തത് ശവമാണ്. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കൂട്ടത്തില് വേറെ ആരും ചെയ്തിട്ടില്ല. പുള്ളിയാണ് ഏറ്റവും അടിപൊളിയായിട്ട്. ചാറ്റിലൊക്കെ നേരത്തെ ബോസ് ഉണ്ടെന്നായിരുന്നു, ഇപ്പൊ ശവം ഉണ്ടെന്നായി. അത്രയ്ക്ക് ഓറ. റോബ്ലോക്സിൽ നമ്മള് ചെയ്യാറുള്ളതാ പെട്ടെന്ന് ചെയ്യാന്ന്. ബ്രോ എന്തൊക്കെയാ ബ്രോ പറയണേ? റോബ്ലോക്സ് പോലെ ബ്രോ ഇതിനകത്ത് സെർവർ ഇത്രയും പേർക്ക് വൈറ്റ് ലിസ്റ്റ് എടുക്കണം, സെർവർ എടുക്കണം, ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യണം, ഗ്യാങ് ഹൗസ് കൊണ്ടുവരണം, ഇമോട്ട് മെനു കൊണ്ടുവരണം, വണ്ടി കൊണ്ടുവരണം. എന്തൊക്കെ നിങ്ങൾ പറയണം? ഇപ്പൊ 2 മിനിറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ?
അതിലും പ്രൊട്ടക്ഷൻ ചെയ്യണം ഈ സെയിം സർവർ ചെയ്ത പോലെ. പ്രൊട്ടസ്റ്റ് എനിക്ക് കണക്ട് പോലുള്ള ആ പ്രൊട്ടസ്റ്റ് അല്ല ഇത് മറ്റേത്. എടാ നമ്മള് എന്റെ സിറ്റി കത്തിയിട്ടും ഡെഡ് ബോഡി ഇപ്പോഴും അവിടെ ഇരിക്കുവാ. പുള്ളിക്ക് PL ഇല്ല, ഒന്നുമില്ല. PL ഇല്ല, പിങ് ഇല്ല, PC ഇല്ല, ഒന്നുമില്ല. ശരിക്കും മരിച്ചിരിക്കുകയാണ്. They call it a simulation. ഹോസ്പിറ്റലിട്ട് പോയപ്പോ അഴിച്ച് പണിഞ്ഞു. But tell me, ഡെഡ് ബോഡി ആയിട്ട് അഭിനയിച്ച ആരാണ്? when the blood hits or the cuffs click shut, അത് വല്ലാത്തൊരു സർപ്രൈസ് ആയിരിക്കും. does it feel വല്ലാത്ത സർപ്രൈസ് ആയിരിക്കും എല്ലാവർക്കും. അപ്പൊ മാസ്ക് ഊരിട്ട് ഒറിജിനൽ പിത്തൽജി എന്ന് പറഞ്ഞാല് ഞാൻ തങ്കനാടാന്നൊക്കെ പറഞ്ഞല്ലേ. IR-ലിട്ട് പുലി ചെയ്യാൻ കരയല്ല നിനക്ക്. IR-ലിട്ട് പുലിയെ. എടാ നിനക്ക് ഏറ്റവും പറ്റിയ കോണ്ടന്റ് എന്തോന്ന് പറയാവോ? വീരുവിനെ അങ്ങോട്ട് കയ്യിലെടുത്തിട്ട് നേരെ കാട്ടിലോട്ട് ഇറങ്ങുക. ആദ്യം ഈ ന്യൂസ് കാണിക്കണം. ന്യൂസ് ബീച്ച് ഇട്ടിട്ട് വീരുവിനെ ജോക്കി ഞാൻ പറയാം, വീരുമായിട്ടൊക്കെ ചെന്നാ വീരു തിരിച്ചൊരു ഡെഡ് ബോഡി ആയിട്ടേ വരുള്ളൂ. അത് എന്റെ പുലി നിന്നതിന്റെ ബാക്കി എന്തെങ്കിലും കഴിച്ച് വീട്ടിലെത്തിക്കുക. അല്ലാതെ അവൻ ഒന്നും ചെയ്യാൻ പോണില്ല അതിന്റെ അപ്പുറത്തോട്ട്. അതിന്റെ അടുത്ത ദിവസം ഇതേ ഡെഡ് ബോഡി പേര് മാറ്റി ഞാൻ സിറ്റിയിൽ വീണ്ടും കൊണ്ടുവരും. ഷവോണ്ടി പോയല്ലോ. ഷവോണ്ടി എന്ത് ഷവണ്ടി പോയോ? ജിൻസിയല്ലേ ഷവോണ്ടി പോയി. ഇപ്പൊ ശവം ഇല്ല, ശവ വണ്ടിയില്ല. ശവോണ്ട് ശവോൺ അയ്യോ ശവമണങ്ങി പോയിട്ടാ. എത്ര പ്രാവശ്യം വെയിറ്റ് ചെയ്തിരിക്കും. എനിക്ക് വരാം. അച്ഛൻ വരാൻ പറഞ്ഞ ശവമായിട്ട് അഭിനയിക്കാൻ. ഹലോ കേക്കാവോ? കേക്കാവണ്ണ. ശവം എന്ത് ചെയ്യും? ശവം എത്തിയോ? മന്ദാരൊക്കെ വന്നേ, മന്ദാരൊക്കെ വന്നേ വന്നേ. സഹിക്കാൻ പറ്റില്ല. എടുത്തിട്ട് വരാണോ? അച്ചാർ പോരെ എന്തെങ്കിലും കൊണ്ടുപോവാ, പറ്റുന്നില്ല. നിങ്ങളൊക്കെ വരുന്നതിന് മുമ്പേ പുള്ളി വയ്യാത്ത കാലത്ത് പോലും വെടിവെക്കാൻ അറിയത്തില്ലേ പോലും മുന്നിലുണ്ടായിരുന്നു എല്ലാത്തിനും. ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചതാ. കാശിക്ക് പോയതാണെന്നാ നമ്മൾ അറിഞ്ഞത്. മരണത്തിന്റെ കാരണം എന്തായിരുന്നു? പോയടാ ജമാലു. അണ്ണ ഒരു കാര്യം പറയണ്ടേ? എന്ത്? അണ്ണ ബിവിക്കനെ അടിക്കണം, അടുത്തിരിക്കണം. വെച്ചിട്ട് കൊച്ചുകൊണ്ടേ കുപ്പിയെടുക്കണം, കുപ്പിയെടുക്കണം. മാമന്മാരൊക്കെ ഒരു കുപ്പി എന്തിനാ? ഹലോ എടാ, ഒരു മരണ വീട്ടിൽ നിൽക്കുന്ന ഒരാളുടെ അടുത്താണോ നീ ഇങ്ങനെ സംസാരിക്കുന്നേ? മരണ വീടോ? പിത്തൽജി പോയടാ. എങ്ങനെ? പുള്ളി കുറച്ച് നാൾക്ക് മുമ്പേ മരിച്ച് ഇപ്പഴാ ബോഡി കിട്ടിയത്. അണ്ണാ ഞാൻ ചന്ദന്തിരിയായി വരണ്ണ. ചന്ദന്തിരി എന്താ? ചന്ദന്തിരി മരിച്ച വീടാന്ന് എല്ലാരും അറിയണ്ടേ? നീ ചന്ദന്തിരി വാഴക്കൊലയും കറുത്ത കൊടിയെല്ലാം ആയിട്ട് വാ, ടാർപ്പൻ ജനറേറ്ററും എല്ലാം ആയിട്ട് ടിവിയുടെ ക്യാഗോസിലോട്ട് വാ. ഞാൻ ആദ്യം പഴത്തില് കുത്തി വെക്കാം, എന്നാ അവിടെ മണം പിടിക്കും. പഴമൊന്നും ഇല്ലടാ, എല്ലാം പോയി. പഴം അല്ല അണ്ണ, കറുത്ത തുണി വേണോ? പിന്നെ കറുത്ത തുണി വേണ്ടേ പറഞ്ഞ വീട്ടില്? അണ്ണ ഇവിടെ റാംറാജിന്റെ വൈറ്റ് കൊണ്ടുള്ളൂ. അത് മേടിച്ച് വല്ല കറുത്ത വെയിറ്റിൽ മുക്കിക്കൊണ്ടുവാ. അണ്ണ ഇപ്പൊ എവിടെ ഉണ്ട്? ഞാൻ എട്ടാ വരണ്ടേ?
കാണണം ഗ്യാങ് ഹൗസ് ജലദോഷം. വാ മുള്ളി പിന്നെ ആ. മുള്ളി ആ ശവം അടക്കുന്നതിന് മുന്നേ ഒരു ദിവസം മെന്നെ വേണമെന്ന് ഇപ്പൊ വിളിച്ചിരുന്നു കേട്ടോ. ശവം അടക്കുന്നതിന് മുമ്പ് ഒരു ദിവസത്തേക്ക് മെന്നെ വേണമെന്ന്. എന്തിന്? അതെന്തോ ഒരു പണ്ട് എന്തോ അവര് തമ്മിൽ എന്തൊക്കെ കൊച്ചു കുസൃതികളുണ്ടായി, അതൊന്ന് ഓർമ്മ വെക്കാനാണെന്ന് പറഞ്ഞു. വരാൻ പറഞ്ഞ തെറ്റിയില് പറയാം ഞാൻ ആൾക്കാരെയൊക്കെ അറിയിച്ചോണ്ടിരിക്കട്ടെ, എല്ലാരും വരുവേ. വന്നായിരുന്നു മള്ളി, 2 പേര് വന്നായിരുന്നു. 10 കോടി 20 കോടി പിറ്റലിച്ച് കൊടുക്കാനുള്ള കണക്ക് പറഞ്ഞിട്ട്. അങ്ങനെ വരുന്നവരെല്ലാം അടിച്ചിറക്കണം ഇവിടുന്ന്. നമ്മൾ അടുത്തായിട്ട് നോക്കേണ്ട വലിയൊരു കാര്യമാണ്. ഇല്ലാത്ത കാശ് ചോദിച്ചു 1000 പേര് വരും. അത് ശരിയാ മള്ളി, പക്ഷെ അത് നോക്കണ്ട. പക്ഷെ ഈ അടക്കത്തിന്റെ ഒരു ചെറിയ ചെലവുണ്ടാവും. ഞാൻ ലാസ്റ്റ് ബില്ല് തരാവേ. ഹലോ, ഞങ്ങളുടെ പിത്തൽജി പോയി ദർശന. പുള്ളിയെ പുലി അടിച്ചു വന്ന്. ഇതാണ് അടക്കം. ബോഡി എത്തിച്ചിട്ടുണ്ട് ഗ്യാങ് ഹൗസിൽ. കുറച്ച് കഴിയുമ്പോ വന്ന് കണ്ടിട്ട് പോണം. ഇനി ചിലപ്പോ കാണാൻ പറ്റിയില്ലേനോ. വന്ന് കാണണം ദർശന. ഒരു മിനിറ്റ്. ഹലോ, കേക്ക് പിത്തൽജി പോയി. കേക്ക് അത് പോയി പിത്തൽജി. അയ്യോ, അത് ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു മെമ്പറാ. ശരി, എവിടെ പോയി? മരിച്ചു പോയി. കേക്ക് ആരെ കൊന്നേ? പുലി. പുലിയോ? ആ, പിത്തൽജിയും പുലി തമ്മിൽ എന്താ പ്രശ്നം? അതെന്താ പ്രശ്നം പറഞ്ഞൂടാ അവര് തമ്മിൽ. പുലി കൊന്നു പുള്ളിയെ. മോശമായി പോലെ എവിടെ ഉള്ളത് പുള്ളിയുടെ ബോഡി? ഗ്യാങ് ഹൗസിൽ ഇപ്പൊ കൊണ്ടുവരും. ആണോ? ഒന്ന് വന്ന് കാണണേ കേക്ക്. നമുക്ക് വേറെ ആരും ഇല്ലേ വിളിക്കാൻ? ഞാൻ എന്തായാലും വന്നേക്കാം. മിസ്റ്റർ എക്സിലെ എല്ലാരും വിളിച്ചോ? അത് വേണോ? ആ, എല്ലാരും കൊണ്ടുവന്നു. കറുത്തുടുപ്പിട്ട് വരണേ. ഡ്രസ് ഷോപ്പിൽ പോയേക്കാം. ഓക്കെ. ഓക്കെ. ഇനി ആരെയാ വിളിക്കുള്ളേ? കൃഷ്ണകുമാർ. സിറ്റി അനൗൺസ്മെന്റ് ഇടാം. ഒരു മിനിറ്റ്. എടാ, ഹലോ എടാ, സിറ്റി അനൗൺസ്മെന്റ് ഒന്ന് ഇടാൻ പറയോടാ. ശവം എത്തിയോ? മരണ വീടല്ലേടാ ഇതൊരു. രണ്ടെണ്ണം അടിച്ച വിഷമം മാറും. എടാ, അങ്ങോട്ട് വാ എല്ലാരും. എടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക്. ദൈവത്തെ കൊണ്ടൊന്ന് അനൗൺസ്മെന്റ് ഇടിപ്പിച്ച. ശവം കൊണ്ടുവന്നിട്ട് ഉടനെ ദൈവത്തിനെ കൊണ്ടൊന്ന് അനൗൺസ്മെന്റ് ഇടിപ്പിക്കണം. ശവം വന്നതിന് ശേഷം. ഓക്കെ. ബാബു ബാബു പറ. ബോഡി എല്ലാം കഴുകി വൃത്തിയാക്കി മിനിക്ക് വെച്ചിട്ടുണ്ട് മള്ളി. എവിടെ? വണ്ടി അകത്തോട്ട് വണ്ടി ബോഡി എടാ, ദൈവത്തിനോടൊരു ശവപ്പെട്ടി ചോദിക്കൂടാ. എവിടെ എവിടെ? വരുത്. കുളിപ്പിച്ച് കഴിഞ്ഞപ്പോഴേ ആള് മരിച്ചിട്ടുണ്ടോന്ന് മുമ്പിൽ ഡൗട്ടായി. തിരുവേരി ബോഡി അവിടെ ഒന്ന് വരണേ.
കുളിപ്പിച്ച് കഴിഞ്ഞപ്പോ ആള് മരിച്ചോന്ന് പോലും ഡൗട്ടാ. എന്തൊക്കെയാ പറയണ? എന്ത് നല്ല മനുഷ്യനായിരുന്നല്ലേ. யாரு பண்ண போறது? இல்ல இது ஆல்ரெடி பண்ணிட்டே புலி. இங்க பாருங்க, எல்லாரும் Dress-ஆ வருங்க, ஷூவா வருங்க. Dress-ஆ ஊத்துங்க, சைலண்டா இருக்கணும். ஷூல ஊத்துங்க, Dress-ஆ ஊத்துங்க, டி-ஷர்ட் வேண்டாம். ജട്ടിയിടാമോ? இல்ல பேண்ட்ல போட்டுக்கலாம், அது ஒண்ணும் பிரச்சனை இல்ல. ஐயோ போடுறா அப்படி பார்க்க முடியல. இப்ப யாரு மணில உட்கார போறது? இங்க இருந்து முன்னாடி இல்லங்க. ஆரம்பிச்சிடலாமா? ആരംഭിക്കല. உங்களுக்கு பூனல் போட்டுடலாம். பூனல் நூல் போடணும். இந்த காரியத்துக்கு நூல் போட்டு தான் பண்ணணும். നൂല நூல் പുലി ഇതൊന്നും നോക്കാതെ പണി കേട്ടോ പുലി പണിയ സമയത്ത്. ஆரம்பிச்சிடலாம். യജ്ഞപവിതം പരം പവിത്രം പ്രജാപതേ യജ്ഞഗജം പുരസ്താത് ആദിത്യം അഗ്രിയം പ്രതിമുഞ്ച ശുഭ്രം യജ്ഞപവിതം ബലമസ്തുതേനഃ. പുണൽ പുണല ഒറിജിനാലിറ്റി കുറച്ച് മതിയടാ. ചിലപ്പോ ജീവിച്ചിരിക്കുന്ന പറ്റിലേക്ക് മാറ്റി കിട്ടിയാലോ. സത്യമല്ലേ? ഒറിജിനാലിറ്റി കുറച്ച് കുറയ്ക്കാം, പകുതി മതി. ഞാനൊരു കാര്യം പറഞ്ഞ കർമ്മം ചെയ്ത് അടക്കല് വരാൻ ആൾക്കാരുണ്ട് നമുക്ക്. അത് കുറച്ച് കഴിഞ്ഞിട്ട് എടാ നമുക്ക് ഗ്യാങ് ഹൗസിന് അകത്ത് വെക്കണം. വാ, പുള്ളിയോട് കുറച്ചു നേരം അവിടെ വന്നിരുന്നു. ഇത് പോയി മരിച്ച്. ഹലോ തിരുമേനി, 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 തിരുമേനി. ആ സ്വാമി ഇപ്പൊ അടക്കണ്ട. ആളെ കാണാൻ വേണ്ടി കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. ഗ്യാങ് ഹൗസിനകത്ത് കൊണ്ടുവരാൻ ബോഡി. അവിടെ വന്നിരുന്ന് കുറച്ചു നേരം. ഇതാണ് ബാഡി. ഇതാണ് ബാഡി. ഞാൻ ഗ്യാങ്സിനകത്ത് എവിടെ വെക്കട്ടെ മള്ളി ബോഡി? നമുക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇതാ ഇവിടെ എവിടെയെങ്കിലും വെച്ചാലും മതി ബോഡി. ഇവിടെ എടാ ഇവിടെ താഴെ വെച്ചാൽ മതി. ഇവിടെ താഴെ വെച്ചാൽ മതി. വാ, അല്ലെ ചന്ദ്രന്റെ റൂമിൽ കയറ്റി വെക്കട്ടെ? അവിടെ ഓൾറെഡി ഒരു ശവം ഉള്ളതല്ല അവൻ. വരാനുണ്ടോ ജോക്കി? ഈ സിറ്റി മൊത്തം വരാനുണ്ട്. ജോക്കി കാർണോയെ വിളിച്ചു, പിന്നെ ജമാലിനെ വിളിച്ചു, ദർശനെ വിളിച്ചു, പിന്നെ ബാക്കിയുള്ളവരെയൊക്കെ വിളിച്ചോണ്ടിരിക്കുന്നതേ ഉള്ളൂ. ദർശനക്ക് പെട്ടെന്ന് കമ്പനി ഉണ്ട് മള്ളി. പിന്നെ അവരാ പരിചയക്കാരല്ലേ അവര്? ശവങ്ങളുമായിട്ട് കമ്പനി ഉണ്ടെന്ന് ഞാൻ അറിയുന്നേട്ട മള്ളി. അല്ല ഞാൻ ചോദിക്കുന്നത്, ചെയ്ത് കുളത്തിയോളം ചാടണം. ഇയാളത്തിന് നമ്മുടെ എല്ലാം ഡ്രസ് ഊരിപ്പിച്ചേ കർമ്മം ചെയ്യാൻ വേണ്ടി. കർമ്മം ചെയ്യാൻ വേണ്ടി നീ മാത്രം ഊരിയാ പോരെ? ബാക്കിയുള്ളവന്മാര് മൊത്തത്തിൽ ഊരിയിരിക്കുന്നത് നമ്മളൊക്കെ ഒരുമിച്ച് ഉള്ളതല്ലേ? ആ കൃഷ്ണകുമാറിനെ വിളിച്ചിട്ടുണ്ട് കേട്ടാ. പിന്നെ കൃഷ്ണകുമാർ അതാര്? കേക്കേ. അയാൾ എന്ത് പറഞ്ഞാലും കേക്കേ. ക്രിമികടി കേക്കേ, കൃഷ്ണകുമാർ കേക്കേ. ചെയ്ത് തീർക്കാൻ പറ്റില്ല ഈ ആർപി. നിങ്ങൾ ഇത് ഇത്രയായിട്ട് എൻജോയ് ചെയ്യാ, വേറൊന്നും ചെയ്യാനില്ല ഞങ്ങൾക്ക്. ഇത് കഴിഞ്ഞ് ഇതിനി ഒന്നും ചെയ്യാനില്ല. ഇത് ചെയ്യുന്നവൻ അടങ്ങി നിക്കണവനെ. ആ പറ. ഇത് ചെയ്യുന്നവൻ ഓപ്ഷൻ എ ശ്വാനപുത്രൻ, 2 തന്തയില്ലാത്തവൻ, 3 പലതന്തയ്ക്ക് പറഞ്ഞവൻ. ഏതാ ചൂസ് ചെയ്യുന്നേ? അത് 3 അവൻ തന്നെയാണ്. 3 അവൻ തന്നെയാണ്. ഡി ഓൾ ഓഫ് ദി അബവ്. എന്തൊരവസ്ഥയെന്ന് പറയണേ.
ജമാലു അണ്ണ ആരാ പുറത്തുണ്ട്, അകത്ത് വരട്ടെ? അകത്തോട്ട് വാ. ആ അകത്തോട്ട് വരാം. ഓക്കെ ഓക്കെ. ഹലോ പറയടാ. അണ്ണ ആ, പോയോ? പോയി. അണ്ണ ഉം. അധികം ക്യാഷ് ഒന്നും ഇല്ല അണ്ണ. അണ്ണ നേരെ തന്നെ എന്നെ കൊണ്ട് പറ്റുന്നൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന്. പിന്നെ പഴം ഉം. കത്തിക്കാനുള്ള വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ഒഴിച്ചോ കത്തിക്കണേ? വെളിച്ചെണ്ണ വെച്ച് കത്തിക്കാൻ ഇത് നമ്മള് ചിക്കൻ കറി ഉണ്ടാക്കുവല്ലേ? ചിക്കൻ കറി ഉണ്ടാക്കാൻ വന്നേക്കുമല്ലേ? തീ കൊടുക്കാനുള്ള ലേറ്റ്. ജമാലു ഇത് ജമാലു ഇത് കാണക്കോഴിയല്ല, ഒരു 6 അടി രീതിയിലുള്ള മനുഷ്യനാണ്. ലൈറ്ററൊക്കെ ഇട്ട് കത്തിക്കാൻ എന്തോ ഇത് സാമ്പ്രാണി കുത്തി വെക്കാനുള്ളതാണ് കൊടുത്തത്. മൂക്കില അണ്ണ ആള് പോയോ? ആള് പോവാടാ. ആള് മരിച്ചു പോയി ജമാലു. വാ കേറി വാ. ആയില്ല. ഇവനെന്താ പഴവും എണ്ണയൊക്കെ ആയിട്ടൊന്ന് ബ്രോ അവിടെ പഴത്തിന്റെ മണ്ടയ്ക്ക് മറ്റേ സാമ്പ്രാണി കുത്തി വെക്കുന്ന ഒരു പരിപാടി ഇല്ലേ? അതാണ് അവൻ ഉദ്ദേശിച്ചത്. അടി തുടങ്ങിയാണോ നീ? പൂച്ച കടിച്ച് അമ്പത്തൂര് എന്താ അണ്ണാ അടക്ക കഴിഞ്ഞിട്ടേ നമ്മള് ശിങ്കാരി മളക്കാരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കലാമണ്ഡലം. അണ്ണ ഞാനൊരു ബിസ്ക്കറ്റ് വേണ്ട വേണ്ട, നീ അടിക്കണ്ട, നീ കുടിക്കണ്ട. അത് അവൻ അത്രയ്ക്ക് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ളതല്ലേ. സഹിക്കാൻ പറ്റില്ല. നീ പിത്തൽജി കണ്ടിട്ടുണ്ടോ? നീ കണ്ടിട്ടില്ലല്ലോ അണ്ണ. എന്റെ വിഷമം എനിക്ക് മനസ്സിലാക്കായോ അണ്ണ? ഒന്നടിക്കട്ടെ. ഓരോ കള്ളന്മാര്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ? അയ്യോ എടാ വണ്ടി വേണ്ട, ഈ വണ്ടി വേണ്ട, വണ്ടി മാറ്റ്. പുള്ളിയെ തറയിൽ കിടത്തിയാ മതി, മണ്ടക്കാരി കിടക്കേ. താഴെ കിടന്ന് വണ്ടി മാറ്റിയിടാ. വണ്ടി മാറ്റിയിടാ. ഒരു നോക്ക് കാണാമല്ലോ. ഇതാരും എടുത്ത് മാറ്റിട്ട് പണിനെ കേട്ടുക്കോങ്ങോ. ഹലോ ഹലോ എന്താ നമ്മളെല്ലാരും അറിയിച്ചത്? എല്ലാ സിറ്റിയിലുള്ള ആൾക്കാരെല്ലാം വന്നോണ്ടിരിക്കുള്ള എല്ലാരും കാണുന്നതാണ്. അനൗൺസ്മെന്റ് ഇടാൻ പറ്റില്ല എന്ന് പറയാം. അതെന്താ? അങ്ങനെ എന്തൊക്കെ ടെക്സ്റ്റ് ഇടാ ഞാൻ. ഇതൊക്കെയാണേ അയ്യോ കിടക്കണ ആർപിക്ക് മാത്രം ബ്രോ. ഞാൻ നിങ്ങളുടെ എക്സലാൻഡിസിന്റെ അഡ്മിൻസിനോട് ഇത് സെർവർ ഹൈറ്റ് ഒന്നും ആയിട്ട് എടുക്കരുത് കേട്ടാ. എക്സലാൻഡിസിന്റെ അഡ്മിൻസിനോട് ഞാൻ ജസ്റ്റ് ഒരു ഇത് പറയുക. ഒരു ആർപിയാ ചെയ്യുന്നത് വെറുതെ. അപ്പൊ ഒരു ഇതിനകത്ത് സിറ്റിയില് ഇത് PvP സെർവർ ആയിട്ടല്ലല്ലോ കൊണ്ടുപോകുന്നത്, RP സെർവർ ആയിട്ടല്ലേ കൊണ്ടുപോകണേ. അപ്പോൾ ഒരു RP ചെയ്യുമ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ളവരടുത്ത് ജസ്റ്റ് വന്ന് അവരവരുടെ ഓരോരുത്തർക്ക് എന്തോ ചെയ്യാനോ സംസാരിക്കാനോ ഉള്ളതെന്ന് അറ്റ്ലീസ്റ്റ് സംസാരിക്കാൻ വേണ്ടിയല്ലേ പറയണേ. ഒരു ജസ്റ്റ് ഒരു ഇത് നടക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ ഇട്ടാൽ മതി. വേറെ എന്തൊക്കെ രീതിയിൽ ഇത് ആരെ ഉപദ്രവിക്കാനോ ടോളറേറ്റ് ചെയ്യാനോ മറ്റേ അബ്യൂസ് ചെയ്യാനോ ഒന്നും അല്ലല്ലോ നമ്മളിത് ചെയ്യുന്നത്.
ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ഇതിനൊക്കെ എനിക്ക് ഏത് ഇപ്പൊ നമ്മൾ കളിക്കുന്ന സെർവറാണല്ലോ പറയാനുള്ള കാര്യം പറയണ്ടേ. ഞാൻ ഹെയ്റ്റ് ഒന്നും പറയുമല്ല, പറയാനുള്ള കാര്യം പറയണ്ടേ. ഇത് RP സെർവറാണ്, PvP മാത്രം മതിയോ? പറയടാ. സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്, വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. ബർഗർ എന്തെങ്കിലുണ്ടോ? ഫുഡൊന്നുമില്ല കയ്യില്. ഇത് പറയാതിരിക്കാൻ വയ്യ കേസ്. ഞാൻ വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മളത് ഇടാന്ന് പറഞ്ഞതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ കേസ്, ഒന്നാമത്തെ കാര്യം ഈ ഗ്യാങ് ഹൗസിൽ അധികം ആൾക്കാർക്ക് കയറാൻ പാടില്ല എന്നുള്ളൊരു സാധനമുണ്ട്. സിറ്റി കളിക്കുമ്പോൾ സിറ്റി അനൗൺസ്മെന്റ് ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ആൾക്കാരെല്ലാം പെട്ടെന്ന് ശ്രദ്ധിക്കും. എടാ എക്സ്റ്റാറ്റിൽ ഇട്ടേടാ. വായിക്കരി പത്തുമണി തന്നെ വേണം. ബാലന്റെ അച്ഛനാണ് കിടക്കണത്. അയ്യോ பாருங்க, அவரை பத்தி நல்லது பேசணும்னா இப்ப பேசிருங்க. அவர் சாங் கேட்போம். ബാലനെ എടുത്തു വളർത്തിയ എന്റെ ദൈവമേ. അവനെ പറ്റി നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മരിക്കുമ്പോ ഒരു സമാധാനം കിട്ടത്തില്ല. அல்ல அவர் செய்யறது அவர் பத்தி சம்சாரிக்கணும் ஒரு 5 நிமிஷம். പുള്ളിക്കാരൻ ചെയ്തത് നല്ലതൊന്നും പറയാനില്ല. வேற யாருன்னா வரணும் ஆரம்பிச்சிடலாமா? ബോബോയ് അവന്റെ ഗേൾ ഫ്രണ്ടിനെ വിളിച്ച് കൊണ്ടുവരുന്നത് ഗാംഗോസിനടുത്ത്. കുഴപ്പമൊന്നുമില്ല അണ്ണാ. എടാ ഇല്ലടാ, ഇന്നും മരണ വീടല്ലടാ നമ്മുടെ. ആണല്ലേ അന്ന് കുറെ പേര് വെളിയിൽ പോണ്ടാ. എല്ലാവരോടും വരാൻ പറ. ഓക്കെ വരാം. ഡ്രസ് പറയുന്നത് ഒരാള് ചത്ത് കിടക്കുമ്പോ തന്നെ കിന്നരിച്ച് കേറ്റ് കേട്ടാ നീ. ഒരു ശവോടെ കിടക്കുന്നതെന്നുള്ളൊരു മര്യാദ പോലും അല്ല. ആൾക്കാർ പറഞ്ഞ അതിന് ഒരു ശവത്തെ കിടത്തിക്കോട്ടെ അവന്റെ പെണ്ണിനോടുള്ള തൊല്ലല്. അപ്പൊ ദൂരെ ഇങ്ങോട്ടൊന്ന് വന്നേ. ഒരു മിനിറ്റ്. ഹലോ ഹലോ അണ്ണാ, ഞാൻ ആന്റോണി ആണ്. 14K ആരാ? 14K ആന്റോണിയാ. 14K അനുഗ്രഹം വാങ്ങാൻ വരുമെന്ന് പറഞ്ഞായിരുന്നില്ലേ? ബ്രോ, ഞാൻ ഇവിടെ സിറ്റിയിൽ നമ്മുടെ വീട്ടിലൊരു മരണം നടന്നേ, അതിന്റെ ഒരു പരിപാടിയിൽ നിൽക്കുവാണ് നമ്മള്. ഞാൻ ഗ്യാങ് ഹൗസിന്റെ പുറത്തുണ്ട്. അതാണ് അകത്ത് കയറി. ഇവിടെ ഒരു ഫംഗ്ഷൻ അല്ല, ഇവിടെ മരണം നടക്കുക. അകത്ത് കയറി കണ്ടോ? ബോഡി കണ്ടോ? ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം പറയാം. പിന്നെ നമുക്കിത് ഇത്രയും പെട്ടെന്ന് നടക്കണം കേട്ടോ. അതെന്താ? അല്ല, ഇത് കഴിഞ്ഞിട്ട് ശവത്തിന് തുടങ്ങാനുള്ളതാ. പിന്നെ മുട്ടയടിക്കണമെന്ന് പറഞ്ഞു കേട്ടോ കർമ്മം ചെയ്യുന്നതിന്. അതെന്താ അങ്ങനെ പറഞ്ഞേ? ശവം കുറച്ച് കഴിയുമ്പോ ബിസി ആവും. അതിന് മുന്നേ നമുക്ക് ശവത്തിന് നടക്കണം. അല്ല കുഴപ്പമില്ല പള്ളി, കുറച്ചില്ല, എല്ലാരും വരാനുള്ള സമയമുണ്ട് നമുക്ക്. ആണല്ലേ? അല്ല, കർമ്മം ചെയ്യുന്നവൻ പിന്നെ മുട്ടയടിക്കണമെന്ന് പറഞ്ഞേ. അതെ മുള്ളി, പിന്നെ അവന്മാരെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കണ്ണാൻ ബോബോയി മുള്ളി ഒന്ന് അവിടെ വരെ ഒന്ന് വന്നേ. നടക്കുന്നെന്താ നോക്കി. അമ്പത്തൂരിന് ഒട്ടും പറ്റത്തില്ല കേട്ടോ വിഷമം സഹിക്കാൻ. സത്യം അത് വിഷമം സഹിക്കാനല്ല, ഇനിയിപ്പോ അതിന്റെ പേര് കുപ്പി എടുക്കാല്ലോ മുള്ളി. ഇല്ല, അമ്പത്തൂരിന് ഒട്ടും പറ്റത്തില്ല. അവൻ അടിച്ച് വീലായി കരഞ്ഞു നടക്കണ്. ആണോ? അല്ല, അവനും പിറ്റലിച്ചിട്ട് എന്തായിരുന്നു അറ്റാച്ച്മെന്റ്? ഒരു മിനിറ്റ്, എനിക്ക് തോന്നുന്നു പഴയ അടിക്കമ്പനിയാണെന്ന് തോന്നുന്നു. അത് ശരിയാ. അത് ശരിയാ. ശരിക്കും പറഞ്ഞാലേ ജോർജൻ RIP ലെജൻഡ് സ്പെല്ലിംഗ് നോക്കി. LEGEND. ഇതൊക്കെ കാണുമ്പോ ഒന്നും മരിക്കാൻ തോന്നില്ല അണ്ണോ. അയ്യോ ഇല്ലല്ല മനെ, ഇല്ല. അയ്യോ അണ്ണായി അല്ലെങ്കിൽ
ഇതൊക്കെ പറഞ്ഞ കളയല്ലേ വായൊക്കെ ഗുളിക ഇരിക്കുക എന്ന് പറഞ്ഞ കളയല്ലേ മതി. അല്ല വായിൽ ഗുളികയിരിക്കുന്നത് ഗുളികയല്ലേ ഗുളികൻ ക്യാമ്പ് ഫയറാ அவர்கிட்ட ஒரு வார்த்தை பேசிடுவோம். ஐயா உங்களுக்கு എല്ലാരും ഒരുമിച്ച് പറഞ്ഞ പിടിച്ച് കേൾക്കാൻ പറ്റില്ല. ഒറ്റക്കൊട്ടി കേടാ അവസരം കൊടുക്കണടാ. ഗേൾസ് കൊടുത്ത കാര്യം അവസരം കൊടുക്കടാ. എന്റെ കണ്ണാടി കിടക്കുന്നത് ജീവിച്ചിരുന്ന പോലെ ഒരു പെണ്ണ് വന്നു. അണ്ണാ പറ്റുന്നില്ലടാ, പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. പൂച്ച വന്നണ്ണ പൂച്ച ഇതാ പൂച്ചയല്ല, പൂച്ച ഇതാ പൂച്ചയല്ല, പിത്തഞ്ചിലെ പൂച്ച ഇങ്ങനെയല്ല. ஐயா நமஸ்காரம். പൂച്ച ആണോ? പൂച്ച ഹലോ കാർലോ, ഇപ്പൊ എടുക്കും കാർലോ. നമുക്ക് വേണ്ടി ആരെങ്കിലും ഒക്കെ വരുന്നില്ല, നമുക്ക് വിഷമാവും കാർലോ. സംഗതി കുറച്ച് ചീഞ്ഞളിച്ച ബോഡിയാണേലും പുള്ളിക്ക് നിത്യശാന്തി കിട്ടണ്ടേ. കെവിന് വേറെ ആരിലൊക്കെ കൊണ്ട് വിളിച്ചോട്ടോ. ആരും കാണാനില്ല, ആകെ രണ്ട് പേരുടെ സിറ്റ് കയറില്ല. അവസാനമായിട്ടേ അന്ന് എന്നെ ഹോസ്റ്റൽ അടിച്ച ദിവസം പുള്ളിക്ക് ചീത്ത വിളിച്ച് പെർമനന്റാ കിട്ടി പോയ മനുഷ്യനാ. അത് കാണാനും അവസാനമായിട്ട് കേവിയായിട്ട് പുള്ളിക്കുള്ള ഓർമ്മ അത് മാത്രമാ. അതല്ല, അത് ആ ഓർമ്മയിൽ അവസാനിക്കാൻ ഞാൻ സമ്മതിക്കൂല. ഒന്ന് വന്ന് കാണണേ. അയ്യോ ഫസ്റ്റ് മറ്റേ പാന്റ് വരുന്നതാണ് ശീലം. അപ്പാപ്പ വന്നാ അനൗൺസ്മെന്റ് വന്നാടാ. അല്ല പിന്നെ ഓക്കെ ബ്രോ, അത് മിസ്റ്റേക്ക് ആണ്. എനിക്ക് മിസ്റ്റേക്ക് ആയിട്ട് തോന്നിയ കാര്യമാണ്. അത് തിരുത്തി തന്നതിന് താങ്ക് യു. എക്സലൻറ്റീസിന് അഡ്മിൻസ് ആരാണേലും അത് ഇട്ട ആരാണെങ്കിലും അത് തിരുത്തി തന്നതിന് താങ്ക് യു സോ മച്ച്. അത് അഡ്രസ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ലല്ലോ എനിക്കത് പറയാനുള്ള റൈറ്റ് ഉണ്ടല്ലോ. താങ്ക് യു സോ മച്ച് മീൻസല്ലോ. എടാ 1,00,000 പിങ്ങടാ എനിക്ക്. 1,15,093 പിങ്. എൻ്റെ പിങ് 1,00,000 1,00,000. അല്ല 10,000 ആയിരുന്നല്ലേ? 10,000 ആയിരുന്നു. ഞാൻ 1,00,000 ആണെന്നാ വിചാരിച്ചു. ഞാൻ കണ്ടില്ലടാ ആദ്യം. ഹലോ പറയാമ്പോ, ഞാൻ ലൈവായിരുന്നു. ഒരു സെക്കൻഡ്.
They call it a simulation. എത്തിയോ? സെൽഫി വിത്ത് പുത്തൽജി ആയാലും ഇതിന് വർത്താനം എടാ പറയടാ. എപ്പോഴാണ് ബോഡി എടുക്കുക? കുറച്ചു പേരോട് വരാനുണ്ടോ? അത് കഴിഞ്ഞ് എടുക്കാം. ബാബു ഹലോ വാസു, ഞാൻ ചോദിക്കണേ ഇവിടെ ഒരു നിമിഷം. സീനായിരുന്നു. എന്ത് സീൻ? അല്ലല്ലോ എടാ, റാംബോ നോമിൽ എന്നെ വിളിക്കാറുണ്ട്. അവർ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. ഇവന്മാരെ തമ്മിലുള്ള വെളിയിൽ എന്തോ അടിയും വഴക്കം എന്തോ ഉള്ളത് കാര്യം സംസാരിച്ച് തീർക്കാൻ. എന്തോ കോച്ച് മൊട്ട അടിക്കണമോ, മുടി വലിക്കണമോ? മുട്ട അടിക്കണോ? ഞാൻ യാതൊരു കാര്യം ചെയ്യാനോ அவங்க മൊട്ട അടിക്കണമോ? അപ്പൊ എലക്ഷൻ ചെയ്യട്ടെ കർമ്മങ്ങളൊക്കെ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ പറഞ്ഞ നിനക്കറിയാലോ നിന്നെ എങ്ങനെയാണ് നമ്മള് ടിവിയില് നിനക്കുള്ള സ്ഥാനം എന്താന്ന്. നീ മുന്നിൽ നിന്ന് ഈ കർമ്മം ഏറ്റെടുത്ത് ചെയ്യണം. കഷ്ടമുണ്ട് രായ. ഒരു മുടിയല്ലേ രായ, അതൊക്കെ തിരിച്ചു വരൂല്ലേ രായ? മൊട്ട അടിക്കണം, മൊട്ടയായിരുന്നു വിളിക്കണ. വേണ്ട അവനോട് ബെസ്റ്റ് ഫ്രണ്ട് ജീവിച്ചിരുന്നപ്പോ പോലും അവന്റെ ഫേവറേറ്റ് നീയായിരുന്നടാ. അവന്റെ ഫേവറേറ്റ് നീയായിരുന്നു. മുട്ട അടിക്കണമെന്ന് പറഞ്ഞ ബലിയിടാൻ വേണ്ടിട്ട് നീ ഒന്ന് അടിക്കണേ പോവേ. എനിക്ക് പറ്റില്ല. എനിക്ക് തുടക്കാണ്. പിത്തൽജിക്ക് വേണ്ടി നീ മുട്ട അടിക്കൂലടാ. ആരും അടിച്ചില്ല. ഞാൻ അടിക്കൂല. ഞാൻ അടിക്കൂല. ഞാൻ അടിച്ചിട്ട് വരട്ടാ. നീ അടിച്ചിട്ട് വേടാ. കാര്യം ഒരു തല്ലിപ്പൊളിയൊക്കെ ആണേലും ഒരാവശ്യം വന്ന അവനേ ഉള്ളൂ. ബാബുവിനെ കൊണ്ട് തന്നെ മുട്ട അടിപ്പിക്കണം. ബോഡിയൊക്കെ എടുത്ത് തന്നെ അറ്റാച്ച്മെന്റ് ബാബുവിന്റെ അടുത്തുണ്ട്. കണ്ണാപ്പി മുട്ട അടിക്കാൻ പോയി. കണ്ണാപ്പി മുട്ട അടിക്കാൻ പോയി. കണ്ണാപ്പി പൊട്ടിക്കാൻ പോയോ? അവിടെ എന്താ ഈ ശവം തിന്നു ആൾക്കാര്? മരണമായി മുല്ലിട്ട് പോയി വാസുദേവ. വടക്കോട്ട് കിടത്തണം. എല്ലാരും ഒന്ന് മാറി പ്ലീസ്. പൂച്ച തിരിച്ചു വന്നത്. ശവത്തിനാരാ കുളിപ്പിച്ചേ? നീയല്ലേ കുളിപ്പിച്ചേ? ചട്ടിട്ട് കൊടുത്തില്ലേ ശവത്തിന്? പിന്നെ ഇവിടെ ഉള്ള ചട്ടി എനിക്കില്ല, തികയിട്ടില്ല. മുട്ട അടിക്കാൻ ആള് പോയിട്ടുണ്ട്. അതെ അതെ. ദർശന ഹലോ
ഹലോ തീർച്ചയല്ലേ ചേട്ടാ അറിയോ? അറിയാനല്ലേ ഹലോ 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 ആരാ? ഹലോ കേട്ടോക്കെ സത്യമാണോ? ഇതാരാ? മനസ്സിലായില്ലേ? അപ്പൂസ്. കില്ലാടി അപ്പൂസാ? അതെ. എടാ കേട്ടതൊക്കെ സത്യമൊക്കെ അകത്തോടുവാ. രണ്ട് കിടക്കട്ടെ. കാറിന് വന്നോ? ഇവിടെ നീ ഇങ്ങനെ എത്തി എല്ലാവർക്കും വേണ്ടി കുപ്പി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുടിക്കാൻ താല്പര്യം എല്ലാവരും കുടിച്ചിട്ട് വേണ്ടതാണ്. എടാ വീണ്ടും കത്തിയടാ ഇത് മയിര് പിടിക്കാനൊക്കെ ഉണ്ട്. എന്തൊരു അവസ്ഥയാ കഴിച്ചത്. ഒന്നും ചെയ്യാനില്ല ഗൈസ്. ഞാൻ മാക്സിമം എൻ്റെ ലെവൽ നോക്കിയതാ. ഒന്നും ചെയ്യാനില്ല. ഇത് നമുക്ക് ഈ സെർവർ സൈഡിൽ നിന്നൂടെ ഇങ്ങനത്തെ ഒരു ഇത് കിട്ടുമ്പോഴത്തേക്കിനെ ഒന്നും ചെയ്യാനില്ല. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ RP. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. നമുക്ക് ഈ ഒരു ലിമിറ്റേഷനിൽ ഇത്രയും കൂടുതൽ മുകളിലോട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ. ഇതാണ് ഇവിടെ മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യം. ഹലോ ദർശന അണ്ണൻ തകർന്നിരിക്കുകയാണ്. ഒന്ന് ദർശന കേക്കാവോ? പോയി ദർശന. എന്റെ എടുത്തോണ്ട് നടന്ന മനുഷ്യനാ. അയ്യോ ഞാൻ ഈ വിഷമം ആരോട് പറയേ? എന്നോട് പറഞ്ഞു. അയ്യോ പോയി ദർശന. ഞാനിനി ആർക്കു വേണ്ടിയാണോ ജീവിക്കണേ? അയ്യോ അയ്യോ എനിക്ക് വിഷമം വരുന്നു. അവിടെ ആരോ രാമായണം പാടുற എങ്ങനെ നടന്ന മനുഷ്യനാണെന്നറിയോ? ഒരു കുഴപ്പമില്ലായിരുന്നു. പുലി പിടിച്ചെന്നല്ലേ പറഞ്ഞു? അതെ പുലി പിടിച്ച്. അയ്യോ ഒരുമിച്ച് നിർത്തടാ. നല്ലൊരു മനുഷ്യന് കുഴപ്പം. അയ്യോ പുലിക്കറിയില്ലല്ലോ നല്ല മനുഷ്യനാണോ ചീത്ത മനുഷ്യനാണോ കാരണമോ? അയ്യോ എന്ത് പറയാനാ? അസുഖം പറ്റി. അയ്യോ മസാജ് ചെയ്യണോന്ന് പറഞ്ഞ് മലേഷ്യ പോയതാണ്. അത് മാത്രം അവസാനമായിട്ട് അയച്ച മെസ്സേജ്. അവിടെ ചെന്ന് പുലിയെ കയറി പിടിക്കുന്നത് നമ്മൾ അറിഞ്ഞോ? അയ്യോ സത്യം പണ്ട് എങ്ങനെ നടന്നിരുന്ന ഒരു മരിക്കണേന് മുന്നേ നോക്ക് കാണാൻ പോലും പറ്റിയില്ല. അല്ല മരിക്കുന്നതിന് മുന്നേ മരിച്ചിട്ട് അതെങ്ങനെയാ കാരണം? മരിക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് കാരണം ഒരു വട്ടം കണ്ടിട്ടില്ലേ പുള്ളിയെ? അത് കൊറേ മുന്നേ പണ്ട് കണ്ട ഓർമ്മക്കം പോയി. അല്ലെങ്കിൽ കാരണം ഇപ്പൊ ഒന്ന് മരിക്കുന്നതിന് മുന്നേ ഇപ്പൊ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ നോക്കാവോ? കൂളിംഗ് ഗ്ലാസ് ഒക്കെ കിടക്കുന്നുണ്ട്. അയ്യോ പിത്തൽ ജീവേ കേട്ടില്ല എന്താ പറഞ്ഞേ? അല്ല പെട്ടെന്ന് അറ്റാച്ച്മെന്റ് കൂട്ടിട്ട് അതേ ഒരു കാര്യം പറഞ്ഞു. ഈ ഗേറ്റ് തുറന്ന് ഫ്രണ്ടിലോട്ട് വന്നാല് അവിടുന്ന് ഇവിടെ വരെ പലയിടത്തും ഒരു കൂട്ടം വെള്ളം അടിക്കണ്. ചിലര് പാട്ടിട്ട് ഡാൻസ് കളിക്കുന്നത്, ചിലര് പെണ്ണുങ്ങളോട് ചൊല്ലണ്. ഒരു മരണ വീട് ആംബിയൻസ് ഇല്ല.
ഓ അങ്ങനെയാണെങ്കിൽ പുള്ളി നമുക്ക് കുറച്ചുകൂടെ ഇറക്ക്, എന്റെ കൂടെ എന്തിനൊക്കെ ഇറക്ക്. വാ, വാ, വാ. ഓക്കെ. പേരെന്തരാ ബ്രോ? ചത്താളുടെ പേര് പിത്തൽജി. അല്ല ബ്രോയുടെ പേര്? ഒരു മരണ വീടായിപ്പോയി, അല്ലെ വെച്ച് ഞാൻ പൂളിലിട്ടാണ്. സമാധാനിപ്പിക്കണം. ഓരോ സ്മോൾ അമ്പത്തൂരെന്തി അത് അമ്പത്തൂരെന്തി അമ്പത്തൂര് രാമായണം നീ ഒന്നും പറയില്ലേ, നീ ഒന്നും വായിക്കുകയും ചെയ്യണ്ട മോനെ. വേണ്ട, ഞാൻ കാല് പിടിക്കാന്നില്ല. വേണ്ട രാമായണം വായിക്കണം. നമ്മളെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കിട്ട് പോവാതെ. ബാബു എവിടെ? ബാബു സോറി മൈ മിസ്റ്റേക്ക് ബാബു ബാബു ഒന്ന് വന്നേ. ബാബു ഒന്ന് വന്നേ. ബാബു നീല ടാർപ്പായി ആൾക്കാർക്ക് ബോഡിയോട് ഒരു അട്രാക്ഷൻ ഇല്ല. വാ പെട്ടെന്ന് നോക്ക്. നീല ടാർപ്പായിട്ടാ ഇനി ആള് വരും. ആണോ എന്റെ അടുത്താണോ? ഹലോ, ഇതാരും ജൂലിയോ? എടാ നിങ്ങൾക്കെല്ലാം എടാ ഈ കിടക്കുന്നതല്ല ബോഡി, ഇത് ജീവനുള്ള ഏതൊരുത്തനാ. അവനെ ചാരി വെച്ചേക്കും ഇവിടെ. ഇതാരാ? ഇതേതാ പുതിയ പൊടി? ഡെഡ് ബോഡി തമ്മി പിണങ്ങി പോലെ. ആരൊക്കെ எல்லாரும் வந்துட்டல പരിപാടി ആരംഭിച്ചിடலாம். എല്ലാരും വരുന്നു. അത് വരുന്നു. കൊറേ EMS വന്നിട്ടുണ്ട്. പിത്തൽജി പൊക്കാൻ പറഞ്ഞാലോ? മൊട്ടടിക്ക് പോയിട്ടാണ് ആட்கள്. ഹലോ ഹലോ എന്താടാ? അതാ കറമ്പുള്ള കാര്യങ്ങളൊക്കെ റെഡിയില്ലേ? 2 മുട്ടയാണ് വരുന്നത്. ഇപ്പൊ പെട്ടെന്ന് സാരില്ലടാ. എടാ മേളിലോട്ട് തോന്നണ ആരില്ല. രണ്ടുപേരും മേളിലോട്ട് തോന്നേ. എടാ ഇവിടെ ബോധം കെട്ടി വീഴുന്ന ഇതുണ്ടോടാ? എടാ ഞാൻ ഒരു കാര്യം പറയാം കേട്ടാ. ഒരു മരണ വീട് ആംബിയൻസിലോട്ട് കൊണ്ടുവരണം. നമ്മള് ബോഡി എടുക്കാറായി. സോ ഹാർഡ് കോർ നിലവിളിയും ഇതിലേക്ക്. ഞാൻ താഴോട്ട് കാണാൻ വരുമ്പോ ഞാൻ അവിടെ BGM കിട്ടോ. ഞാൻ താഴോട്ട് വരുമ്പോ ഞാൻ താഴോട്ട് വരുമ്പോ ഞാൻ അവിടെ ബോധം കെട്ട് വീഴും കേട്ടാ. ബോധം കെട്ട് വീണ അപ്പോഴേ ബാക്കി സെറ്റപ്പുകൾ നടത്തിക്കോണം. ഞാൻ ചത്തു എന്ന് പറഞ്ഞ കാര്യമില്ല കേട്ടാ. എടാ എന്താണ് വീഴുന്നതിന്റെ പേരെന്താ? ഹലോ മേഡം, കറങ്ങി വീഴുന്നുണ്ടോ? തലയിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഫോളോവർ അടിച്ചിട്ട് പാസ്ഔട്ട് നമുക്ക് ഇതെങ്ങനെ? ഏതാ? ആദ്യം ഫോളോവർ അടിക്കുക. ഫോളോവറോ? എന്നിട്ട് ഉടനെ തന്നെ പാസ്ഔട്ട് അടിക്കുക. എന്നിട്ട് വീണ ഉടനെ പാസ്ഔട്ട് അടിക്കുക. അപ്പൊ അവിടെ തന്നെ കിടന്നോളൂ. ഫോളോവർ 5 ആണ്. ഏതാ ഫോളോവർ? ഏതാ ഫോളോവർ? അടിച്ചിട്ട് ഇനി മറ്റേ ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് താഴെ വീഴുമ്പോഴേക്കും അടിക്കണം. പാസ്ഔട്ട് അടിക്കണം.
അല്ല അത് തന്നെ അടിച്ചാൽ മതി. അത് വേറെ ഫാസ്റ്റ് ഫുഡ് ഒന്നും അടിക്കണ്ട, അങ്ങനെ തന്നെ അടിച്ചാൽ മതി. ആ അത് ജാഥ ബാബു ഓ കണ്ണിന് കുറച്ച് റെസ്റ്റ് എടുക്കാൻ കഴിയും മുള്ളി കരിഞ്ഞ് മടിച്ചു. ഞാനിപ്പോ താഴോട്ട് ഒന്നും പറഞ്ഞു വീഴും, ബോധം കെട്ട് വീഴും. ബാക്കി നീ അവിടെ കുറച്ചു നേരത്തേക്ക് ഒരു ഹാർഡ് ഇന്റൻസിറ്റി കരച്ചിൽ കേട്ടാ. ഓക്കെ 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 മുള്ളി മുള്ളി ഗൈസ് ഇപ്പൊ ഫേവറേറ്റ് ആക്കാൻ പറ്റൂല ഗൈസ്, ഇപ്പൊ ഫേവറേറ്റ് ആക്കാൻ പറ്റത്തില്ല. കണ്ട എടാ എല്ലാരും ഒന്ന് കണ്ടോട്ടറാ. എല്ലാരും പാട്ട് അവസാനം മുള്ളിക്ക് പിറ്റലിന്ന് കണ്ട് ഇല്ല ഒന്ന് എനിക്ക് മിഥുനെ പറ്റി 2 വാക്ക് സംസാരിക്കാനുണ്ട്. എല്ലാരും ഒന്ന് സൈലന്റ് ആവണേടാ. നമ്മുടെയൊക്കെ കൂടെ ഒരുപാട് വർഷമായിട്ട് ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാ. പുള്ളിക്ക് ഇങ്ങനെ ഒരു ഗതികേട് വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. സത്യം പറഞ്ഞ എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ആരോ അടിച്ചിട്ട് പറയട്ടെ. ഈ മണ്ടനോട് ഞാൻ ആദ്യം പിറ്റലിച്ച് ആക്കാം. ഇതിപ്പോ ചെറുതല്ലോ, കുറച്ചു നേരം കൂടി ഇരിക്കും. അത് കഴിഞ്ഞിട്ട് കണ്ടാ നോക്കാം. ആ ഡയലോഗ് ഇവനോടായിരുന്നു പറയണ്ടേ, ഇവനോട്. അതെങ്ങനാ ഒരു ഗ്യാപ്പ് കിട്ടിയ ഗോൾ അടിക്കാൻ വേണ്ടി ഒരു അച്ചി ഇരിപ്പുണ്ട് അവിടെ. ആരുടെ കറക്റ്റ് അവിടെ ഇമോട്ട് ഇട്ടത് അവിടെ? എന്നെ ആരോ അടിച്ചിട്ടത് അവിടെ. ഞാനല്ല, എനിക്ക് എങ്ങനെ അറിയില്ല. ആ എടുത്ത് കുറച്ച് എടാ ഒരു RP ചെയ്യുമ്പോ എത്ര പേരെ പുള്ളി ചെയ്യാൻ പറ്റുമെന്ന് കണ്ടാ. അതാണ് ഒരു ഗ്യാങ്ങിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയണത്, മനസ്സിലായ? കർമ്മം ചെയ്യാനുള്ളവര് എത്തിയ കർമ്മം ചെയ്യാനുള്ളവര് അകത്തോട്ട് വരിക, ചടങ്ങ് ഒന്ന് കാണിക്കണേ. കാണണേ. നിങ്ങളൊക്കെ പോയി കർമ്മം ചെയ്തോടാ, എനിക്ക് വരാൻ പറ്റില്ല, തന്തയില്ലാത്തവര് മാത്രം പോയാൽ സ്വാമി പറഞ്ഞു. നിങ്ങളെല്ലാം പോയി ചെയ്തിട്ട് വാടാ, ഇരുന്നോളാം. എല്ലാരും എനിക്ക് കത്തി കൈസ്, എനിക്ക് വീണ്ടും ഒന്നും ചെയ്യാനില്ല കൈസ്. ഞാൻ ഇത് PL ഒന്നും ഇല്ലായിരുന്ന കൈസ്, ഞാൻ ഇത് ഏത് ലെവലിൽ ചെയ്തേനെന്നറിയോ നിങ്ങൾക്ക്? സത്യം പറയാലോ, ഇത് ഞാൻ പറയാം, PL ഒന്നും ഇല്ലായിരുന്നു ഞാൻ ഇത് എങ്ങനെ ചെയ്തു വെച്ചേന്നറിയോ? ഞാനിത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലടാ ഈ PL പിങ്ങിലും. പറയടാ എടാ, എനിക്കൊന്നും കാണുന്നില്ലടാ, എനിക്ക് എല്ലാരും സ്റ്റക്കായി നിക്കുവാടാ. എടാ എനിക്കൊന്നും കാണത്തില്ലടാ, കേക്കാവോ ഞാൻ പറയുന്നത്? ഹലോ എടാ ഞാൻ പറയുന്നത് കേക്കാവോ? ഹലോ
സോ ഗൈസ് ഇത്രേ ഉള്ളൂ. ഇതിൽ കൂടുതൽ വേറെ ഒന്നും ചെയ്യാല്ല. ഇനി വീണ്ടും കയറിയ പിത്തൽജിയുടെ അടക്കം ദ എൻഡ്. താങ്ക് യു സോ മച്ച്, മീൻസ് എ ലോട്ട്. ആൻഡ് ഈ RP-യിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഇവിടുത്തെ സിറ്റിസൺസിനും ഗാങ്സിനും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്, മീൻസ് എ ലോട്ട്. കുറഞ്ഞു, എനിക്ക് അനങ്ങണില്ല. എന്തൊരു അവസ്ഥയാണ് ഇത്. ദേഷ്യം വരണടാ ഭയങ്കര. ഒരിടം കയറാൻ നോക്കും, ഒരിടം കയറാം. നടന്ന നിരവധി പോലെ ട്രൈ ഞാനിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബിൽ ലൈവ് ഉണ്ടാവും കുറച്ച് നേരം. ഡ്രൈവിംഗ് സിമുലേറ്റർ ലൈവ് ഉണ്ടാവും. ഞങ്ങളെല്ലാവരും TV-യിലുള്ള എല്ലാവരും കൂടെ റേസ് കളിക്കാൻ പോവാ, ഫോർസ. അപ്പം അത് നിങ്ങളെല്ലാവരും യൂട്യൂബിലോട്ട് വന്നാൽ മതി ഇത് കഴിയുമ്പോൾ. ടൈം എടാ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഫേസ് ക്യാം ഊരി അവിടെ ഒന്നും കൊണ്ട് കുത്തണം. അത്ര സമയം വേണം. ഒരു ഫുഡും കഴിച്ചിട്ട് ഞാൻ വരാം. പക്ഷെ എനിക്കിത് കണക്റ്റ് ആവാൻ തോന്നുന്നില്ല കേട്ടോ. റേസ് വേണ്ട, ഓഫ് റോഡ് മതി. ഓഫ് റോഡിൻ്റെ ആ ഗെയിമിനകത്ത് എൻ്റെ സ്റ്റിയറിംഗ് ലോഡാവുന്നില്ല ബ്രോ, പുതിയ അപ്ഡേഷൻ വന്നതിന് ശേഷം. അപ്പോൾ അതിൻ്റെ ഫിക്സ് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് ഫിക്സ് ചെയ്തിട്ട് ശേഷമേ ഞങ്ങൾക്ക് ഓഫ് റോഡ് കളിക്കാൻ പറ്റത്തുള്ളൂ. BeamNG ഞങ്ങൾ ഇന്ന് ഫോർസ 6 ആയിരിക്കും. റോലൈൻ എടാ ടിവിയിൽ എല്ലാവരെയും കൂടെ കളിക്കുന്നതിനൊന്ന് They call it a ഞാൻ റോലൈൻ simulation. ബ്രോയെ വിളിക്കത്തില്ല. പുള്ളി അവർ വേറെ പ്രൊഫഷണൽ രീതിയിൽ കളിക്കുന്ന ആൾക്കാരാണ്. അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോട്ടറാ. അല്ലാത്ത ദിവസം ഞാനിങ്ങനെ അങ്ങനത്തെ ഗെയിംസ് എക്സ്പ്ലോർ ചെയ്യുന്ന ദിവസം നമ്മൾ ഇത് ചെയ്യും. ഗൈസ് നമുക്ക് കയറിയിട്ട് ഈ RP എൻഡപ്പ് ചെയ്യാം. ഏതെങ്കിലും ഗ്യാങ്ങിനെ അടിച്ചാൽ ലെഗസി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന പിള്ളേരെ ഇതൊന്ന് കാണിച്ചു കൊടുക്കണം. അപ്പം കാണാത്ത റിയൽ ലെഗസി. എടാ യു ആർ ഡൂയിങ് ദ ബെസ്റ്റ് ഇൻ ദിസ് 13-year-old ഗെയിം. താങ്ക് യു സോ മച്ച് ബ്രോ, മീൻസ് എ ലോട്ട്. ഒരുപാട് സന്തോഷം എല്ലാവർക്കും. താങ്ക് യു. ഇത് നമുക്ക് ചെയ്യാൻ അറിയാഴികയുള്ളതുകൊണ്ടല്ല, ഇപ്പം ആൾക്കാർ ചെയ്തു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടം എന്ന് പറയുന്ന ഒരു സാധനം PvPയും ബാക്കിയുള്ള കാര്യങ്ങളും ആയി. മനസ്സിലായ എഫേർട്ട് എടുത്താൽ അല്ലെങ്കിൽ ഡെയിലി ലൈവ് വന്ന് നിന്ന് എനിക്കിത് ചെയ്യാനാണെങ്കിൽ എനിക്കിത് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇപ്പം അതിൻ്റെ ഒരു ഇതല്ല കേസ്. ആൾക്കാരുടെ ഇഷ്ടങ്ങളും ബാക്കി കാര്യങ്ങളും മാറി തുടങ്ങി. മനസ്സിലായ അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് RP ചെയ്യാനുള്ള ആൾക്കാർ വന്നത് ഈ ഒരു ഇടയ്ക്കൊന്നും ആരും ഇല്ലായിരുന്നല്ലോ. എല്ലാവരും എത്തിയത് ഇപ്പോഴാണ്. சொல்லுங்க. இந்த பிரார்த்தனை கொஞ்சம் கட்டிட்டு பண்ணீங்க. ശുക്ലാംബരധരം ശുക്ലാംബരധരം ശശിവർണം ശശിവർണം ചതുർഭുജം പ്രസന്ന വദനം ധ്യായേത് സർവവിഘ്നോപ ശാന്തയേ. வந்துட்டாளா? வேஷ்டி கட்டிட்டு வந்துட்டாங்களா? ஆரம்பிச்சிடலாமா? മൊട്ട അടിച്ച് പോയി അവരിപ്പോ വരട്ടാ.
എടാ മൊട്ട അടിച്ച് രണ്ടുപേരും വരണേ കർമ്മത്തിന്. எல்லாரும் கொஞ்சம் தூரம் ரவுண்ட் എല്ലാരും ഒന്ന് പുറകിലോട്ട് ഇറങ്ങിയത് റൗണ്ട് ആയിട്ട് നിൽക്കണേ, പുറകിലോട്ട് ഇറങ്ങിയത് റൗണ്ട് ആയിട്ട് നിൽക്കണേ പ്ലീസ്. ശവത്തിന് ബ്രീത്തിങ് സ്പേസ് കൊടുക്കണേ പ്ലീസ്. ശവത്തിന് കുറച്ച് ശ്വാസം എടുക്കാനുള്ള സ്ഥലം കൊടുക്കണേടാ. ரேடியோல மீடிக்கல யாரனா எக்ஸ்ட்ரா ரேடியோ வச்சிருந்தா கொடுங்க. ரேடியோல ஏறறேனா எல்லாரும் ரேடியோல இருக்கேள். ഇപ്പൊ സൈഡ് ഒരു ഫയർ വേണമല്ല. ஆமா ஒரு ஃபயர் இருந்தா போதும். ഇല്ല കത്തിക്കാനാണോ? കത്തിക്കണ്ട. എനിക്ക് വേണം. வந்துட்டு எல்லாரும் வந்துட்டு எல்லாம் முட்டை വന്നിട്ട് ஆரம்பிச்சிடலாமா? வாங்க வாங்க ആരംഭിച്ചിട്ടില്ലാമാ. ബാബു ഒന്ന് വന്നേ. മള്ളി ഇപ്പുറത്തെ സൈഡിൽ ഒരു ഫയർ വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇപ്പുറത്ത് വന്ന് നിന്നപ്പോ പുള്ളി ഓക്കേന്ന്. ഏതാ മള്ളി? നമുക്ക് രണ്ട് സൈഡിലായിട്ട് നിൽക്കാം. മൊത്തം ഫയർ കേട്ടോ അവിടെ. അത്ര എനിക്ക് തോന്നില്ല കേട്ടാ. ഫയർ വേറെ ആരെങ്കിലും ഉണ്ടോ മള്ളി? அவர் வந்து சொர்க்கத்துக்கு தான் போகணும்னு சொல்லிட்டு சொர்க்கத்துக்கும் கைலாசத்துக்கும் போகணும்னு சொல்லிட்டு எல்லாரும் பிரார்த்தனை பண்ணிக்கோங்க. കൈലാസത്തിലാണെങ്കിൽ കണ്ണാപ്പിക്കേട്ട് കൂട്ടാവും. ഓം സഞ്ജമേ മജശ്ചമേ പ്രജഞ്ജമേ അനുകാമശ്ചമേ കാമശ്ചമേ സൂമനസശ്ചമേ അത്രഞ്ജമേ ശ്രേജശ്ചമേ വസ്യശ്ചമേ ജശശ്ചമേ ഭകശ്ചമേ ത്രിവിടഞ്ജമേ ജന്താചമേ ധർത്താചമേ क्षेमश्चमे दितिश्चमे विश्वञ्चमे महच्चमे संविच्चमे ज्ञात्रञ्चमे सूश्चमे प्रसूश्चमे श्रीरञ्जमे लजश्चमर्दञ्जमे मृतञ्जमे चक्ष्मञ्जमे नामजच्चमे जीवादुश्चमे दीर्घागित्वञ्जमे नमित्रञ्जमे भजञ्जमे सुगञ्जमे शजनञ्जमे सूषाचमे शीतनञ्जमे एकाचमे तिस्रश्चमे पञ्चचमे सप्तचमे नवदशमे त्रयोदशचमे पञ्चदशमे सप्तदशमे नवदशमे एकविगं चतुश्चमे त्रयोविगं चतुश्चमे सप्तविगं चतुश्चमे नवविगं चतुश्चमे एकत्रिगं चतुश्चमे त्रयस्त्रिगं चतुश्चमे चतुश्चमे अष्टौचमे द्वादशमे षोडशमे विगुश्चमे चतुर्विगं അധികം വേണ്ട സമീർ. முடிஞ்சிருது. இப்ப அவ வந்து ஆரம்பிச்சிடலாம். அவ ரெண்டு பேரும் எங்க? എടാ രണ്ടുപേരും കർമ്മം ചെയ്യാൻ രണ്ടുപേരും എന്ത് ചെയ്യടാ? എടാ ഒന്ന് വാട ഇങ്ങോട്ട്. முடிஞ்சிடலாம். அவ தான் ரொம்ப லேட் பண்ணிட்டு இருக்கா அப்பத்துல இருந்து. ஓம் റെഡ് കളർ ഹെയർ കുറച്ച് പിന്നാടി സ്പേസ് കൊടുങ്ങ. റെഡ് കളർ. താങ്ക് യു. ശവത്തിന് കുറച്ച് ബ്രീത്തിങ് സ്പേസ് കൊടുക്കാൻ എനിക്ക് നിൽക്കില്ല ഇങ്ങനെ. കാർലോ ഉட்காரு കാർലോ. மொட்டை அடிச்சுட்டு வந்துட்டாள்னா இங்க உட்காந்து அவ பேர் என்ன யாரெல்லாம் இப்ப இறந்துவா பேரோ லைனா சொல்லிட்டே வரலாம். உங்க ஃபேமிலில இவரை தவிர யாரெல்லாம் இறந்தாலும் ഇതാണ് ഫസ്റ്റ് ഇറന്തൽ പുള്ളിയാണ്. ഫസ്റ്റ് ഇറന്തിയത് പുള്ളിയാ. இல்ல உங்க அப்பா அது மாதிரி ரொம்ப வயசான பாட்டி தாத்தா யாருன்னா இருந்தா கூட அவ பேர் கூட சொல்லணும். ജോക്കി ജോക്കി അല്ല ഞാനിപ്പോ വീണ്ടും കത്ത് ഗൈസ്. അത് മെന്റലിലുണ്ട്. അത്യാവശ്യം നല്ല പ്രായം. എനിക്ക് 27. കേക്കൊക്കെ വന്നല്ലേ? എനിക്ക് ഏത് വർഷം? കേക്ക് 1999. കേക്ക് കേക്കോ? കേക്കിന് വിഷമിക്കായിരിക്കും കേക്ക്. ஒரு பேரை சொல்லிட்டு நம்ம முடிச்சிடலாம். போயிட்டே இருக்கு சொல்லுங்க. ശരീരമാണ് അവിടെ കിടക്കുന്നത്. അത് മുതലാളിയാണ്. അത്രയ്ക്കും ബന്ധമുണ്ട് ഇവർ തമ്മിൽ. ഞാനാ കേക്ക് അത് കണ്ണില്ലേ? അത് മുതലാളിയുടെ കണ്ണ്. വന്നിട്ടാ അയ്യോ എന്റെ കഷ്ണം. ഹലോ ഹലോ കർമ്മ ചെയ്യാനുള്ളവര് വന്നേ. ഇവിടെ തലയ്ക്ക് ഫ്രണ്ടിലൊക്കെ എനിക്ക് കാണുന്നുണ്ടടാ എന്റെ കണ്ടോ. கண்ணாடியில கேட்டுக்கோ. அந்த முண்டை நல்லா புரிஞ்சு കണ്ണാടി എടുക്കണേ. കണ്ണാടി കണ്ണാടി കഴിട്ടെ. மெடிடேட் போட்டுக்கோங்க. மெடிடேட் മെഡിറ്റേറ്റ് ചെയ്യണം. മെഡിറ്റേറ്റ്
കണ്ണാടി ഊരിയിട്ടുണ്ട്. ഓക്കെ ശുക്ലാം പ്രധാനം വിഷ്ണു ജ്യോതിർഭുജം സർവൈകാഭിശാന്തജേ ഭൂം ഭൂഃ ഭൂർഭവസ്വരം മമോ ഭാരതമസ്കേതുരാശ്വരേശ്വര പ്രീത്യർത്ഥം അപവിത്രോ അയ്യോ ഗ്യാങ്ങൊക്കെ വരുന്നേ, എന്റെ മിത്തൽജിയെ കാണാൻ ഗ്യാങ്ങൊക്കെ വരുന്നേ. അയ്യോ എന്റെ മിത്തൽജിയെ ഒന്ന് കണ്ടു പറഞ്ഞ കാണുന്നത് ആരൊക്കെയാ വന്നേക്കുന്നത് നോക്ക്. അയ്യോ ஒரு தலையில என்ன தடவணும்? അയ്യോ ஆயில் தடவை മൈക്ക് പോയാ? மண்டைக்கு ஆயில் தடவுங்கடா 2 பேரும். മൈക്ക് പോയാ? മൈക്ക് കേക്കുന്നില്ല? നിങ്ങക്ക് സ്ട്രീമിൽ കേക്കുന്നില്ലേ? സീക്ക വീങ്ങോ തലയില സീക്ക. ഷാമ്പു തേച്ചു തണ്ണിയും ഊത്തുങ്ങോ. കേക്കാവോ? ഇൻഗെയിം ഡ്രസ് മാറ്റി എന്ത് അവർക്ക് ഞാനാ ഇമോഷനിലൊക്കെ കരഞ്ഞു പോയതാണ് അത്. ഇപ്പൊ എണ്ണ കൊണ്ട് ഇപ്പൊ കേക്കാവോ? ഒതുക്കി വേണ്ടിയതാ ഒതുക്കാൻ തേങ്ങയാ. നടക്കണ സ്ഥലമാണ് அங்க வச்சுட்டு அதுக்கு ഞാൻ മടുത്ത് കൈസ്. നെവർ ഗീവ് അപ്പ്. നമുക്ക് കംപ്ലീറ്റ് ആക്കാം. ഞാൻ കേറും. പ്രൈവറ്റ് സെർവർ അസാപ്പ് വേറെ വഴി. പക്ഷെ വേറെ കാര്യമുണ്ട് ബ്രോ. ഈ പ്രൈവറ്റ് സെർവർ ചെയ്താലും നമുക്ക് ഈ പറയണത് പോലെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനത്തെ ആർപികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലായോ? ഇത് കണ്ടന്റ് ആക്കുവോ പ്ലീസ്? നോക്കട്ടെ. എല്ലാരും കത്തി. They call it a simulation. അയ്യര് ശരിക്കുള്ള പൂജാരിയാണ് കേസ്. But അത് tell me, എല്ലായിടത്തും പറയാം. അത് അയ്യര് when the ശരിക്കുള്ള blood hits the pavement, പൂജാരിയാണ്. എടാ കറുപ്പ് കണ്ടോ? ഇല്ലടാ പോണം. യു സ്റ്റിൽ റിമെമ്പർ യു ബിഫോർ യു സെഡ് നത്തിങ് ടു ഡു ദിസ് RP നൗ. അതേ എല്ലാ വർഷവും പറയണടാ, ഇനി അങ്ങോട്ടൊന്നും ചെയ്യാനില്ലെന്ന്. ഇപ്പൊ ഞാൻ പറയണ വേറൊരു കാര്യം ഞാൻ മാറ്റി പറയട്ടെ. അതായത് ഇപ്പൊ എൻ്റെ ചുറ്റുമുള്ള ഈ സർക്കിളിലുള്ള ആൾക്കാരുണ്ടല്ലോ, ബാബു, ഇവര് ഈ പറയണത് ഇപ്പൊ രായന്, ബാലന്, ഇവരൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു 5 വർഷം കൂടെ കൊണ്ടുപോയി എനിക്ക്, മനസ്സിലായ? ഇവരൊക്കെ ആക്റ്റീവ് ആണെങ്കിൽ മാത്രം. ഇത് ചെയ്യാൻ നമുക്കൊരു അറ്റ്മോസ്ഫിയറും കൂടെ വേണം. അതാണ് പ്രശ്നം. ബോബ്, കണ്ണാപ്പി,
അങ്ങനെ കുറെ പേരുണ്ട്. ഇപ്പൊ ആക്റ്റീവായ ആൾക്കാരുടെ അറിയാം ഞാൻ പറയണേ. ഞാൻ അല്ലടാ കിടക്കുന്നേ. ബോഡി എടുക്കും. എടാ ഒന്ന് പെട്ടെന്ന് തീർക്കണടാ, ഇനി ഞാൻ കത്തിപ്പോടാ. ബോഡി എടുത്ത് ബാക്കിയുള്ളവർ ഫേസ് ക്യാം നോക്കിയോടെ. ஒரு வாட்டி கடைசியா பாத்துக்கோங்க பாடிய. വെയിറ്റ് എടാ ഒന്ന് മാറണേ, ഇവിടെ കൂടിക്കുന്നവരൊന്ന് മാറണേ. ബാബു എല്ലാരും ഒന്ന് മാറണേ, എല്ലാരും ഒന്ന് മാറണേ. രണ്ടുപേര് ഫ്രണ്ടിലും ബാക്കിലും മറ്റേ ഞാൻ പറഞ്ഞ പോലെ. അല്ല ഒരു മിനിറ്റ് അവിടെ ഇല്ലേ 51 ആ ഫ്രണ്ടിൽ വന്നില്ലേ? എനിക്ക് ഒരു നോക്ക് കാണോടാ മനുഷ്യനെ. ബാക്കിലടാ എങ്ങനെ സഹിക്കണോ കഥാപി? ഇവിടെ ഇങ്ങോട്ട് ഇത് എങ്ങനെ സഹിക്കാൻ പറ്റണോ നമുക്ക്? അയ്യോ അയ്യോ എന്റെ പൊന്നു, എന്റെ കണ്ടോ എന്നിങ്ങനെ കൊണ്ടുപോണേ. ഞാനും വരുന്നല്ല, അങ്ങനെ ഒറ്റയ്ക്ക് പോകണേ. சொந்தக்கார மட்டும் அது உள்ள வரணும். முன்னாடி யாரும் வரக்கூடாது. ഇത് എങ്ങനെ സഹിക്കൂടാ? ഞാനും പോകണ്ട. ടിവിയിലുള്ളവർ മാത്രം അറിയാൻ മതി. ടിവിയിലുള്ളവർ മാത്രം പിത്തൽജിക്ക് വേണ്ടി നാട് മൊത്തം ഇവിടെ വന്ന് ഇതൊന്നും കാണാൻ പിത്തൽജില്ലാതായി പോയല്ലോ. ഇതൊന്നും കാണാൻ പിത്തൽജില്ലാതായി പോയല്ലോടാ. നമ്മുടെ ടിവിയുടെ പാതിയല്ലേ തോളത്തിരിക്കുന്നത്. പാതിയല്ലടാ, മുക്കാലും പോയില്ലേ. ഇനി എന്ത് ചെയ്യുമല്ല? അത് എന്റെ കഷ്ടമല്ലേ കിടക്കുന്നത്. അണ്ണന്റെ കഷ്ടമല്ലേ കിടക്കുന്നത്. അണ്ണനല്ലേ തോളത്തിരിക്കുന്നത്. അതെ ഞാൻ തന്നെ. പോലെ പോലെ എന്റെ പൊന്നെ கடைசியா மண்ணு போடுங்க எல்லாரும் 3 வாட்டி மண்ணு போடணும். ഈ ഭൂമി വിട്ടു പോകും. எல்லாரும் கடைசியா ஒரு வாட்டி நினைச்சிட்டு மண்ணு போட்டுருங்க. എന്റെ അണ്ണനല്ലേടാ எல்லாம் மண்ணு போட்டுவாங்க. கிட்ட போயிட்டு വാസു எல்லாம் கிட்ட போய் மண்ணு போட்டுவாங்க. റെസ്പെക്ട് ഫയർ വെക്കണമാ? എന്റെ പൊന്നെ എല്ലാരും റെസ്പെക്ട് ഫയർ വെക്കണമാ? അതെ അതെ, എല്ലാരും കണ്ണെടുത്ത് ലാസ്റ്റ് ആയിട്ട് ഒരു വെടി വെച്ചേന്. പിറ്റലിക്ക് മോക്ഷം കിട്ടും തോന്നട്ടെ ഇപ്പൊ. ആണോ? எனக்கு பயமா இருக்குடா. പാട്ടൊന്ന് അടിച്ചിട്ട് பாட்டு போதும். മോക്ഷം കിട്ടി കാണോ ഇപ്പൊ? நீங்க எல்லாரும் ஒரே வாட்டி நான் சொல்றத கேளுங்க. எல்லாரும் போயிட்டு கிட்ட 3 வாட்டி மண்ணு மட்டும் போட்டுவாங்க. மண்ணை போட்டு நினைச்சிட்டு திரும்பி பார்க்காம வந்துருங்க. பீச்சுக்கு போனோம், திரும்பி பார்க்காம ബീച്ച് തണ്ടിയില പോയിട്ട് കുളിച്ചിട്ട് വരலாம் വാங்க. அந்த பானை மட்டும் ஒருத்தர் எடுக்கணும். നമ്മുടെ ജീവിയുടെ പാതി കിടക്കുന്ന കിടപ്പ് കണ്ടോടാ പോവേ. தண்டு போடுங்க எல்லாரும். മോക്ഷം കിട്ടി പിറ്റലിക്ക് പോ. எல்லாரும் திரும்பி பார்க்காம வாங்க. எல்லாம் கடலுக்கு போனோம். നമ്മുടെ വിത്തറി പോയില്ലടാ. மடி പോയില്ല. மடி
ബോക്സ് എല്ലാ ഇതും എടുത്തിട്ട് സുമതമായി ചത്തപ്പോ പോലും ഇത്ര വിഷമില്ലായിരുന്നടാ. എല്ലാം സൈഡ് കാർലോ ആ സുമതിയമ്മായ അല്ല കേട്ടോ, ജോക്കിയുടെ സുമതിയമ്മായ. നമ്മുടെ പാതിയിലേ പോയത് കാർലോ. ഓജിയാണ്. അല്ലല്ലടാ കാണാൻ പറ്റില്ല. അത് ചുമ്മാ ഒറിജിനാലിറ്റിക്ക് വേണ്ടി പേരിട്ടതാ, ഒറിജിനൽ അല്ല. ബാബു ഒന്ന് വന്നേ. സത്യം മര്യാദക്കൊന്നും കാണാൻ അയ്യോ എടാ ശരിക്കും അത് ആരായിരുന്നടാ? ഞാനതെങ്ങനെ പറയും? പറ. അടക്കം കഴിഞ്ഞ് വെളിയിൽ വന്നിട്ട് പറഞ്ഞാ മതിയോ? മതി. ഞാൻ ശവത്തിനെ കൂടി വെളിയിൽ വരാം. வெளியில வாங்கடா, வெளியில போய் பீச்ல போய் முழுங்கிட்டு வரணும்டா. ബീച്ചിൽ പോയിട്ട് വരാം. ஆவி இங்க சுத்தம். பீச்ல போய் தண்ணி போட்டுட்டு பீச்ல வரணும்பா. போய் அதை புதைச்சாதான் ஒரு ஆவி ஆத்மா சாந்தி ஆகும். അയ്യോ എന്റെ മിസൽജി പോയേ. അയ്യോ അയ്യോ ഞാനിതെങ്ങനെ സഹിക്കുവേ? എന്നെ കൊണ്ട് പറ്റുന്നില്ലേ? എന്നെ കൂടെ കൊണ്ടുപോകും മിസലേ. എന്നെ കൂടെ കൊണ്ടുപോകും മിസലേ. എല്ലാം കാണാൻ എന്നെ മാത്രം എന്തിനാ ഇട്ടേക്കുന്നത് മിസലേ? എന്നെ കൂടെ കൊണ്ടുപോകും. എവിടെ പോയാലും വിളിക്കല്ലോ. എവിടെ പോയാലും വിളിക്കുന്നല്ലേ മിസൽ? ജീവിതത്തെ വിളിക്കാതെ. അയ്യോ നമ്മളെ വിളിച്ചില്ലല്ലോ. எல்லா பீச் ரைட் എന്നെ കണ്ടോ? வாசு கரைச்சிருவாடா. അയ്യോ കളയല്ലേ കോച്ചേ. ഞാൻ 2 മിനിറ്റ് കൂടെ കണ്ടോട്ടെ. കളയല്ലേ. കാണിച്ചേ ബോക്സ് പറഞ്ഞത് കാണിച്ചു തരുമോ? മറ്റേ ആ ചാരക്ക് തരൂ. இல்லடா இது யாருக்கும் கடலடா, இது கடலுக்கு പിത്തൽജി മരിക്കുന്നില്ല. പിത്തൽജി എന്നിലൂടെ ജീവിക്കും ഇനിയും. നമ്മളിലൂടെ இத புதைக்கணும் இங்கேதான் இருப்பாரு அவரு. പൊതച്ചേരെ இங்க பாருங்க, அவரை நினைச்சிட்டு 9 வாட்டி தண்ணியில முங்கிட்டு வரணும். இங்க வந்திருக்கோம் எல்லாரும் போங்க. தண்ணியில முங்க போங்க. ஆமா എല്ലാരും കുളിക്കണോ? എനിക്ക് വെള്ളം അലർജിയാ. അയ്യോ ആഴ്ചയിൽ ഒന്ന് കുളിക്കണം, നല്ല കുഴപ്പമില്ല. പോയടാ പിത്തൽജി, പോയടാ നമ്മുടെയൊക്കെ. ஐயா தண்ணியில நினைங்க. 9 வாட்டி தண்ணியில இறங்கணும். എങ്ങനെ വിഷമിക്കാതിരിക്കുവാടാ? அவர் இறங்கலையா தண்ணியில? തണ്ണിയിൽ ഇറങ്ങണം, അല്ലെങ്കിൽ മോശം കിട്ടൂലെന്ന്. അയ്യോ ഇറങ്ങാണ്. ഞാൻ കാരണം ബോക്സ് കിട്ടിയില്ലെന്ന് വേണ്ട. கரைச்சிட்ட வாசு. ഇത് മുങ്ങൂല്ലേ? ഇത് മുങ്ങൂല്ലടാ. ഇത് എന്ത് കിട്ടിട്ട് മുങ്ങി. 1 2 3. അപ്പൊ അങ്ങനെ പിത്തൽജിക്ക് മോക്ഷ കിട്ടിയെന്ന് ഞങ്ങൾ വിശ്വാസത്തോടെ VTVയെ അടുത്തൊരു RP കൂടി ഇവിടെ അവസാനിപ്പിക്കുന്നു. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഈ ഒരു സാധനം നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നെഗറ്റീവ് സാഹചര്യത്തിൽ മാക്സിമം നമ്മൾ നോക്കിയിട്ടുണ്ട്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ. ഹലോ ആരാ? ബ്രോ ഞാൻ വേറൊരു കാര്യം, ഞാൻ നാളെ കണ്ടാൽ മതിയോ? ഇന്ന് ഞാൻ വേറൊരു അർജന്റ് കാര്യത്തിലാ. வாசு வாசு 16 நாள் எവിടെயும் வந்துட்டு ஒரு நல்ல காரியத்துக்கு நம்ம போக கூடாதா கேங் ஹவுஸ்ல இருந்து?
വാസവണ്ണ ആഗ്രഹമായിരുന്നു പറഞ്ഞതിൽ ശിങ്കാരി മേളമാണെന്ന് ആക്കിയിട്ടുണ്ട്. நான் இந்த விஷயத்த மட்டும் சொல்லிட்டு கிளம்புறேன். 16 நாள் வரைக்கும் உங்க வீட்டுல அவரோட போட்டோ வச்சுட்டு தினமும் சாமி கும்பிடணும். நான்வெஜ் கழிக்காம பாடில்ல. ഓക്കെ 16th டே வந்து நீங்க எல்லாரும் சேர்ந்து கோயிலுக்கு பண்ணணும். അതുകൊണ്ടാണല്ലോ 8000 പേര് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്നത്. அதனால സ്വാമിയുടെ മോളാണോ? അറിയാം നീ എവിടെ നിന്ന് വന്നാ. நான்வெஜ் யாரும் கழிக்க வேண்டாம். இப்போ ഓക്കെ 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 സാമി ഓക്കെ. அப்புறம் ரூம்ல போயிட்டு எல்லாம் இன்னைக்கு அலம்பி விட்டுருங்க உங்க ஹவுஸ் ஃபுல்லா. க்ளீன் பண்ணணும் க்ளீன் க்ளீன் பண்ணிடணும். இப்போ வந்து ஐயர் தட்சணை கொடுத்துருங்க. കൊടുത്ത് ക്ലിയർ ആക്കിരേ. So 20 கோடி தான் 10 கோடியா? അയ്യോ എന്റെ പിത്തൽജി പോയേ. അയ്യോ ഇതൊക്കെ ആരടാ ജസ്റ്റ് ഹലോ എടാ ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാണേ. വെളിയിലോട്ട് പോയേ. അർപ്പ് ഇത്രേ ഉള്ളൂ. ബാബു വരട്ടെ. ബാബു എവിടെയായിരുന്നു? ഞാൻ ഏകദേശം ശരിക്കും ലാസ്റ്റ് പിത്തൽജിയുടെ അടക്കം കഴിഞ്ഞപ്പോ എന്റെ മനസ്സ് താങ്ങിയില്ല. കാരണം ഞാൻ ഇറങ്ങി. ആരായിരുന്നു പിത്തൽജി? പിത്തൽജിയെ ഞാൻ VC-യിലോട്ട് കൊണ്ടുവരാം. പിത്തൽജി ഒരു മിനിറ്റ് വിളിച്ചോണ്ട് വരട്ടെ. ഓക്കെ ടോപ്പ് സീക്രട്ട് കാര്യമാണ്. രണ്ടുപേർക്ക് അറിയത്തുള്ളൂ. ഒന്ന് എനിക്ക് ഭാവിച്ചിട്ട് അല്ലേ ഭാവിച്ചത് പോയാ. വന്നിരിക്കുകയാണ് നമ്മുടെ ചത്തുപോയ പിത്തൽജി VC-യിലെത്തിയിരിക്കുകയാണ്. ഈ മൈക്കോൺ ആയിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് ഗസി മൈക്കാരനാണ് ചത്തുപോയ പിത്തൽജി. പടം കണ്ട ആ പ്രൊഫൈൽ എടുത്ത് സൂം ചെയ്ത് നോക്കിയാൽ കാണാം അതിനകത്ത് ആരാന്ന്. പ്രൊഫൈൽ എടുത്ത് നോക്കിയാ മതി. താഴെ കൊടുത്തിട്ടുണ്ട്. യൂട്യൂബിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാ മതി. സ്ട്രീമർ മോഡാ കാണൂല. സ്ട്രീമർ മോഡാണ് അത് കാണൂല ഒന്നും. ചത്ത പോലെയുള്ള നേരെ 2-3 5 മണിക്കൂറായിട്ട് പയ്യ ചത്ത പോലെ ഇന്നത്തെ 5 മണിക്കൂറല്ലടാ, അന്നത്തെ 2 മണിക്കൂർ കൂട്ടണം. ഷൗട്ടക്സ് നിനക്ക് ഇത്ര റോളുള്ള ഒരു വീഡിയോ വേറെ ഇല്ല. ഇത് ചെയ്യാൻ പോലല്ലേ? ഇതിന് നീയാ നായകൻ. ചൗട്ടക്സ് പക്ഷെ നീ ഇതുവരെ ചെയ്താൽ ഏറ്റവും ബെസ്റ്റ് നിന്റെ RP ഇതായിരുന്നു കേട്ടോ. നീ ഇത്രയും അറിയില്ല. അതല്ലടാ ഇവനെ മറ്റേ ഊത്ത് ഊതി കൊണ്ടുവന്ന ഇന്നത്തെ RPയിലെ ഏറ്റവും കിടല സീൻ പറയട്ടെ. ഈ പറഞ്ഞ കാറിനകത്തെ ആ ഊത്തൂദ്യ വാദ്യം എണ്ണകടം ഒക്കെ ഇട്ട് പോയൊരു സീനുണ്ട്. ആ മുതുക്കിയത് ഗ്യാഗോസ് എനിക്ക് ആ ഊത്ത് കേൾക്കുമ്പോഴത്തേക്ക് ചിരി എടുക്കണ്ട. പ്ലീസ് ആ ഊത്ത് ഒന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കണത് ഇട്ട ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലീസ് ചാറ്റിലെടുത്ത് പറയുവാണ് SXG MVP വിത്ത് 0 kills ഒന്നും സംസാരിച്ചിട്ടില്ല. എടാ അപ്പൊ ഞാൻ ലൈവ് കൊണ്ട് നിർത്തിട്ട് വരാം. എടാ വരൂല്ലേ ഗോകു? ഞാൻ നീ വരൂല്ലേ? കളിക്കാൻ വരൂല്ലേ? ഞാൻ ഇടാ. അല്ല നീ വരൂലേ? കളിക്കാൻ വരൂലേന്ന്? ഓക്കെ ഗൈസ് ഞാനപ്പോ എന്നാ യൂട്യൂബിൽ വരാം. നിർത്തിയിട്ട് ഞാൻ എനിക്ക് ഫേസ് ക്യാം മുതലുള്ള ഊരിയൊന്നും അധികം കുത്തണം. എന്നിട്ട് ഞാൻ വരാം.
കാർ ഓടിക്കാൻ പോവാണോ? ഓ കാറടിക്കാൻ. എടാ മന്ദാരത്തിനെ ആരെല്ലാം ഒന്ന് വിളിക്കോ, നീ ഒന്ന് വിളിക്കോ. രായൻ മന്ദാരം. எனக்கு வந்துட்டு ஒரு டீடைல் அனுப்புறேன்னு சொன்னான் ஒருத்தன். ഞാനും എടുത്തു കേട്ടോ. ആണോ? ആ എന്നാ വാ വാ, വീശി വന്നാ മതി, അപ്പുറത്തെ വീശി വാ.